റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സ്നേഹിച്ച ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ഹുസൈനും മിന്നി വ അന മിൻഹു, ഹുസൈൻ എന്നിൽ നിന്നാണ്, ഞാൻ ഹുസൈനിൽ നിന്നാണ്. അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈനൻ, ആരെങ്കിലും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, സ്നേഹിക്കുന്നുവെങ്കിൽ അവനെ അള്ളാഹു ഇഷ്ടപ്പെടട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എത്രയോ തവണ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ച, പ്രവാചകൻ ഏറെ ലാളിച്ച പേരക്കുട്ടിയാണ് ഹുസൈൻ. സ്വഹാബത്തിനും ആ ഒരു സ്നേഹമുണ്ടായിരുന്നു. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ സ്വഹാബാക്കൾക്ക് വ്യത്യസ്തങ്ങളായ പാരിതോഷികങ്ങൾ നൽകുമ്പോൾ അതിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് മറ്റുള്ളവർക്ക് നൽകാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകമായി യമനിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രങ്ങൾ, അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രത്യേകമായി പരിഗണിക്കാനും അദ്ദേഹത്തിന് പ്രത്യേകമായ സമ്മാനങ്ങൾ നൽകാനും മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ നൽകിയ ആ സ്നേഹം അത് സ്വഹാബാക്കളും അവർ നൽകിപ്പോന്നു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കൂഫയിലേക്ക് പുറപ്പെടുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അദ്ദേഹം ആദ്യം കൂഫയിലേക്ക് പറഞ്ഞയച്ച മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹം വധിക്കപ്പെട്ടു. പക്ഷേ അത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല, ഹുസൈൻ റളിയല്ലാഹു തആല അറിഞ്ഞിട്ടില്ല. അദ്ദേഹം കൂഫയിലേക്ക് പുറപ്പെടാൻ നിൽക്കുന്നു. സ്വഹാബത്ത് അതിശക്തമായി ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ എതിർത്തു. അതിൽപ്പെട്ടയാളാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അംറ ബിൻത് അബ്ദുറഹ്മാൻ. അവരൊരു എഴുത്ത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്തയക്കുകയാണ്. അതിലുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ബാബിൽ എന്ന നാട്ടിൽ വെച്ച് താങ്കൾ വധിക്കപ്പെടും, അഥവാ ബാബിലോണിയ. ഇപ്പം ഇറാഖിൽ വെച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു തആല വധിക്കപ്പെടും. അതൊരു എഴുത്തിലൂടെ അവരറിയിച്ചു. എങ്കിൽ ഞാൻ അവിടേക്ക് പോകൽ അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു യാത്ര പുറപ്പെട്ടു. അദ്ദേഹം വരുന്നു എന്ന വാർത്ത അറിയിക്കാൻ കൂഫയിലേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു. ഉബൈദുള്ളയുടെ സൈന്യം ആ ദൂതനെ പിടികൂടി, താങ്കളെ വെറുതെ വിടണമെങ്കിൽ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ കയറി അലി റളിയല്ലാഹു തആല അൻഹുവിനെ മോശമായി പറയണം, അദ്ദേഹത്തെ അസഭ്യം പറയണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഉബൈദുള്ള തനിച്ച ഷിയയാണ്, ഷിയ വിശ്വാസം വെച്ചു പുലർത്തുന്ന വ്യക്തിയാണ്. എന്നാൽ ആ ഭൃത്യൻ അലി റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി അദ്ദേഹം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഉടനെ അതിൻ്റെ മുകളിൽ നിന്ന്, മട്ടുപ്പാവിൻ്റെ മുകളിൽ നിന്ന് ഭൃത്യനെ താഴേക്ക് തള്ളിയിട്ട്, ആ ദൂതനെ താഴേക്ക് തള്ളിയിട്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തി അദ്ദേഹം മരണപ്പെട്ടു. യാത്രാമധ്യേ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ആ വാർത്തയറിഞ്ഞു, ദൂതൻ മരണപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിം, അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഇസ്തിർജാ ചൊല്ലി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം തിരിച്ചു പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ മുസ്ലിം, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ ആ സംഘത്തിലുണ്ട്. അവർ തിരിച്ചു പോകാൻ ഇഷ്ടപ്പെട്ടില്ല. യാത്ര മുന്നോട്ട് തന്നെ പോകണം എന്നവർ ആവശ്യപ്പെടുകയും അങ്ങനെ യാത്ര ഹുസൈൻ റളിയല്ലാഹു തആല തുടരുകയുമാണ്. മുഹറം 3-നാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിലെത്തുന്നത്. അദ്ദേഹം ചോദിച്ചു, ഏതാണ് ഈ നാട്, നമ്മളെത്തിയ ഈ പ്രദേശം ഏതാണ്? അവർ പറഞ്ഞു, ഇത് കർബലയാണ്. കർബുൻ വ ബല, എങ്കിൽ ഇനി കടുപ്പമാണ്, ഇനി പരീക്ഷണമാണ്, ഇനി പ്രയാസങ്ങളുടെ ദിവസമാണ് എന്ന് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു. സൈന്യം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെയും അഹ്ലുബൈത്തിനെയും വളഞ്ഞു.
72ഓളം വരുന്ന പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരാണ് ആ കൂടെയുള്ളത്. അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മറ്റു മക്കൾ ആ കൂട്ടത്തിലുണ്ട്. അതിലൊരു മകനാണ് അബൂബക്കർ, മറ്റൊരു മകനാണ് ഉസ്മാൻ. അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മക്കൾ ആ കൂട്ടത്തിലുണ്ട്. ആ സംഘത്തെ, വളരെ ചെറിയ സംഘത്തെ, 12,000ഓളം വരുന്ന സൈന്യമാണ് പിടിച്ചു വെക്കുന്നത്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഒരു യുദ്ധത്തിന് തയ്യാറായില്ല. അദ്ദേഹം 3 കാര്യങ്ങൾ അവരോട് ആവശ്യപ്പെട്ടു. ഒന്നുകിൽ നിങ്ങൾ യസീദ് ബിൻ മുആവിയയെ കാണാൻ എന്നെ അനുവദിക്കണം, യസീദിൻ്റെ അരികിലേക്ക് എത്താൻ എനിക്ക് അനുവാദം നൽകണം. രണ്ടാമത്തെ കാര്യം, സൈന്യത്തിൻ്റെ ഭാഗമാകാൻ അല്ലെങ്കിൽ നിങ്ങൾ അനുവാദം നൽകണം. ഏതെങ്കിലും അതിർത്തിയിൽ ഒരു സൈന്യത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ നിന്നുകൊള്ളാം എന്നതാണ് രണ്ടാമതായി ആവശ്യപ്പെട്ടത്. അതുമല്ല എങ്കിൽ മക്കയിലേക്കോ മദീനയിലേക്കോ തിരിച്ചു മടങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്, അങ്ങനെ ഞങ്ങളെ തിരിച്ചു പറഞ്ഞയക്കാൻ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടു. ഈ വിവരങ്ങൾ ഉബൈദുള്ളയുടെ അരികിലേക്ക് കത്തായി എഴുതി അറിയിച്ചു. എന്നാൽ ഷംർ എന്നു പേരുള്ള ഒരു ദുഷ്ടൻ അയാൾ ഇടപെടുകയും യുദ്ധം ആരംഭിക്കുകയുമാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാം, ഈ ഷംറാണ് വലിയ അക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 72 ആളുകൾക്കെതിരെ 12,000ഓളം വരുന്ന ഒരു സൈന്യം. അതിനെങ്ങനെയാണ് യുദ്ധമെന്ന് വിളിക്കുക? അഹ്ലുബൈത്തിൽപ്പെട്ട ഓരോരുത്തരെയും അവർ വധിച്ചു, രക്തസാക്ഷികളായി. അലി റളിയല്ലാഹു തന്റെ മക്കൾ മരണപ്പെട്ടു, ഹുസൈൻ റളിയല്ലാഹു തആലയുടെ മക്കൾ മരണപ്പെട്ടു, അഹ്ലുബൈത്തിൽപ്പെട്ട പ്രവാചക കുടുംബത്തിൽപ്പെട്ട ഓരോരുത്തരും മരണപ്പെട്ടു. ഹുസൈൻ റളിയല്ലാഹു തആലയെ വധിക്കാൻ, അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് എത്താൻ ആ സൈന്യത്തിൽ ആർക്കും ധൈര്യമില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വളർത്തിയ കുട്ടിയാണ്. പ്രവാചകൻ തുരുതുരാ ചുംബനങ്ങൾ നൽകിയ പേരക്കുട്ടിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൈകളിലും ആ കവിളുകൾ എടുത്ത് കവിളിൽ ചുംബിച്ച, അങ്ങനെ റസൂലുള്ളാഹി സ്നേഹിച്ച ആ കുട്ടിയാണ് മുന്നിൽ നിൽക്കുന്നത്. ഒരാളും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അരികിലേക്ക് വരാൻ ധൈര്യപ്പെടുന്നില്ല. ആ സമയത്ത് മാലിക് ഇബ്നു ബഷീർ എന്നു പേരുള്ള ഒരു ദുഷ്ടൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തലക്ക് വെട്ടി. ഹുസൈൻ ഇബ്നു തമീം എന്നു പേരുള്ള ആ സൈന്യത്തിലുള്ള ഒരു അംഗം കുന്തം കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുത്തി വീഴ്ത്തി. മറ്റൊരാൾ 2 തോളിലും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ 2 തോളിലുമായി വെട്ടി. സിനാൻ എന്നു പേരുള്ള ഒരു ദുഷ്ടൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കഴുത്തറുത്തു. 33 കുന്തം കൊണ്ടുള്ള കുത്തുകളും 34 വെട്ടുകളും മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ, അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹിയുടെ പേരക്കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തല അവർ അറുത്തെടുത്ത് അത് യസീദിൻ്റെ അരികിലേക്ക് അവർ കൊടുത്തയച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം പോലെയാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശരീരം. മുഖം ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെതും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെതും ഒരുപോലെയാണ്. പ്രവാചകന്റെ മുഖത്തോട് സാദൃശ്യമുള്ളത് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനാണ്. ശരീരത്തോട് ആ നടത്തം, ആ രൂപം, അത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ആണുള്ളത്. പ്രവാചകന്റെ ശരീരത്തോട് സാദൃശ്യമുള്ള ആ ശരീരത്തെ അവർ വെട്ടിവീഴ്ത്തി. 54-ാമത്തെ വയസ്സിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി. കത്തയച്ച 500-ലധികം കത്തുകൾ അയച്ച കൂഫയിലെ ഞങ്ങൾ ബൈഅത്ത് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ഷിയാക്കളെയും ഒരാളെയും ആ സമയത്ത് സഹായത്തിന് കാണാൻ കഴിഞ്ഞില്ല. മുഹറം 10 വെള്ളിയാഴ്ച നോമ്പുകാരനായിരിക്കെയാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ലോകത്ത് നിന്ന് വിട പറയുന്നത്. മരണവാർത്ത അറിഞ്ഞ യസീദ് അദ്ദേഹം ഉബൈദുള്ളയെ ശപിച്ചു. അള്ളാഹു ആ മനുഷ്യനെ ശപിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് എത്തിയ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തല കണ്ട്
അവിടെ കൂടി നിന്ന മനുഷ്യരെല്ലാം പൊട്ടിക്കരഞ്ഞു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ച ആ ചുണ്ടുകളാണല്ലോ, ആ തലയാണല്ലോ ഈ ദുഷ്ടന്മാർ അറുത്തെടുത്തത് എന്ന് അവർ പറഞ്ഞു. അതിൽ പങ്കാളികളായ ആളുകൾക്ക് പ്രതിക്രിയ നടപ്പിലാക്കി. പിന്നീട് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹ് പറയുന്നത്, മദീനയിൽ ഫാത്തിമ റളിയല്ലാഹു തആലയുടെ അരികിലാണ് ഹുസൈൻ റളിയല്ലാഹു തആലയുടെ തല അത് മറബ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ലോകത്ത് പല ഭാഗത്തും ഖബറുകളുണ്ട്. ഇറാഖിലുണ്ട്, പല രാജ്യങ്ങളിൽ ഖബറുകളുണ്ട്, അവിടെ എല്ലാം മഖ്ബറകളുണ്ട്, അവിടെ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ മദീനയിൽ ബഖീൽ ഫാത്തിമ റളിയല്ലാഹു തആലയുടെ ഖബറിന്റെ തൊട്ടരികിലായിക്കൊണ്ടാണ് ഹുസൈൻ റളിയല്ലാഹു തആലയെ മറവ് ചെയ്തത് എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആലയുടെ 2 മക്കൾ കർബലയിൽ വധിക്കപ്പെട്ടു. അലി, അബ്ദുള്ള. 2 അലിയുണ്ട്, അക്ബറുണ്ട്, അസ്ഗറുണ്ട്. അലി അൽ അസ്ഗർ അഥവാ അലി സൈനുൽ ആബിദീൻ, ആ കുട്ടി മാത്രമാണ് പ്രവാചക കുടുംബത്തിൽ ബാക്കിയായത്. അലി സൈനുൽ ആബിദീനിലൂടെയാണ് പിന്നീട് ആ പരമ്പര കടന്നു വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അലി റളിയല്ലാഹു തആലയുടെ 2 മക്കൾ അതിൽ മരണപ്പെട്ടു, അബൂബക്കർ, ഉസ്മാൻ. ചില ആളുകൾ പറയുന്നത് അലി റളിയല്ലാഹു തആലയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയോട് ദേഷ്യമാണ്, ഉസ്മാൻ റളിയല്ലാഹു തആലയോട് ദേഷ്യമാണ്. മക്കൾക്ക് പേര് പോലും നൽകിയിട്ടുള്ളത് അലി റളിയല്ലാഹു തആല, അബൂബക്കറിന്റെയും ഉസ്മാൻ റളിയല്ലാഹു തആലയുടെയും പേരുകളാണ്. അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. സ്വഹാബാക്കൾക്കിടയിൽ മതപരമായ ഒരു തർക്കം ഉണ്ടായിട്ടില്ല. നമ്മുടെ നിലപാട് അബൂബക്കറുൻ ഫിൽ ജന്ന, ഉമറുൻ ഫിൽ ജന്ന, ഉസ്മാനുൻ ഫിൽ ജന്ന. അബൂബക്കർ റളിയല്ലാഹു തആല സ്വർഗ്ഗത്തിലാണ്, ഉമർ റളിയല്ലാഹു തആല സ്വർഗ്ഗത്തിലാണ്, ഉസ്മാൻ റളിയല്ലാഹു തആലയും അലി റളിയല്ലാഹു തആലയും സ്വർഗ്ഗത്തിലാണ്. അന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു തആലയുടെ മരണ ദിവസങ്ങളിൽ മുസ്ലിം സമൂഹം ദുഃഖാചരണത്തിലാണ്. കറുത്ത വസ്ത്രം ധരിച്ച് അവർ നെഞ്ചത്തടിക്കുന്നു. ഹസൻ, യാ ഹസൻ, യാ ഹുസൈൻ എന്നു വിളിച്ചുകൊണ്ട് ആയുധങ്ങൾ ശരീരത്തിലേക്ക് ആഴത്തിലിറക്കുന്നു. ആണും പെണ്ണും ഘോഷയാത്രയായി നടന്ന് അവർ വിലപിക്കുകയാണ്, വിലാപയാത്രകളാണ്. എന്തിന്? അന്ന് ഞങ്ങൾ ചതിച്ചു കൊല്ലാൻ അതിന് കാരണക്കാരായല്ലോ എന്ന കള്ളക്കണ്ണീരാണ് ഈ ദുഃഖാചരണത്തിന്റെ പിന്നിൽ. ശരി, ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ദുഃഖാചരണം ഉണ്ടെങ്കിൽ അവരുടെ 3ാമത്തെ ഇമാമാണ് ഹുസൈൻ. നമ്മൾ പലപ്പോഴും ഷിയായിസ് എന്താന്ന് മനസ്സിലായിട്ടില്ല. ഷിയാക്കൾക്ക് 12 ഇമാമുമാരാണ്. ആ ഇമാമിയത്തിലാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. നമ്മുടെ ഖുർആനല്ല അവരുടെ ഖുർആൻ. നമ്മൾ ഓതുന്ന ഖുർആനിലല്ല ഷിയാക്കൾ വിശ്വസിച്ചിട്ടുള്ളത്. 12ാമത്തെ ഇമാമിന്റെ കൈകളിൽ അവരുടെ ഖുർആൻ ഉണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആ ഖുർആനിൽ 12,000 ആയത്തുകളുണ്ട്. അതിൽ ആയിഷ റളിയല്ലാഹു തആലയ്ക്കെതിരെ, ഉമർ റളിയല്ലാഹു തആലയ്ക്കെതിരെ, അബൂബക്കർ സിദ്ദീഖിനെതിരെ ആയത്തുകളുണ്ട്. ഇതാണ് ഷിയാക്കളുടെ വിശ്വാസം. 3ാമത്തെ ഇമാമായ ഹുസൈൻ റളിയല്ലാഹു തആലയുടെ വിഷയത്തിൽ അതിന്റെ പേരിൽ കണ്ണീരൊടുക്കുമ്പോൾ ന്യായമായ ചോദ്യം, 1ാമത്തെ ഇമാമായ അലി റളിയല്ലാഹു തആല അതേ കൂഫയിൽ വധിക്കപ്പെട്ടു. സുബഹി നമസ്കാരത്തിന് ഓരോ വാതിലും തട്ടി വിളിച്ച് ജനങ്ങളെ നമസ്കാരത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ ഇബ്നു മുൽജിം ലഅനത്തുല്ലാഹ് അലിയാരുടെ തലവെട്ടി തല 2ആയി പിളരുന്ന ദുഃഖകരമായ സാഹചര്യങ്ങൾ ഉണ്ടായി. എന്തേ ആ ദിവസത്തിൽ ഒരു ദുഃഖാചരണമില്ലാത്തത്? എന്തേ ആ ദിവസത്തിൽ നെഞ്ചിലടിച്ചുകൊണ്ടുള്ള ഒരു കരച്ചിലില്ലാത്തത്? അന്നൊരു കറുത്ത വസ്ത്രമില്ലാത്തത്? അന്നൊരു വിലാപയാത്രയില്ലാത്തത്? ലോകത്തിലെ ഏറ്റവും വലിയ മുസീബത്ത്, ഏറ്റവും വലിയ സങ്കടം, സ്വഹാബത്ത് മുഴുവൻ പൊട്ടിക്കരഞ്ഞ, അവരുടെ കണ്ണുകളിൽ ഇരുട്ടുപടർന്ന, അവരവരെ തന്നെ കാണാതിരുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത്.
ആ ദിവസത്തിൽ എന്തേ മുസ്ലിം സമുദായത്തിന് ഒരു ദുഃഖാചരണമില്ലാത്തത്? അന്നും ഘോഷയാത്രയുണ്ട്, മിഠായിയുമായിട്ടാണ്, പായസവുമായിട്ടാണ്, ബിരിയാണിയുമായിട്ടാണ്. കർബലയോ? കർബലക്കെന്തോ ഒരു പ്രത്യേകത, ആ ദിവസത്തിനൊരു പ്രത്യേക ദുഃഖാചരണം, കർബല അനുസ്മരണങ്ങൾ നമ്മുടെ നാട്ടിലും എത്തി. നമ്മുടെ നാട്ടിലും ഒരു കാലഘട്ടത്തിൽ ഇറാഖിലും ഇറാനിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും കണ്ടിരുന്ന ഷിയാക്കളുടെ കർബല ആചാരങ്ങൾ നമ്മുടെ നാട്ടിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ നോക്കിക്കാണണം. ഇത് പ്രവാചക കുടുംബത്തോടുള്ള സ്നേഹമല്ല, ഇത് ദീനിനോടുള്ള സ്നേഹമല്ല, ഇത് ഷിയായിസമാണ്. ഇത് ഷിയായിസമാണ്. ഇസ്ലാമിനെ ചതിച്ചു കൊല്ലാൻ, ഹുസൈൻ റളിയല്ലാഹു തആലയെ ചതിച്ചു കൊല്ലാൻ ഷിയാക്കൾ എന്തു പണിയാണോ എടുത്തത്, അതേ പണിയാണ് ഇന്ന് മുസ്ലിം സമുദായത്തോടും ഷിയാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൽ അങ്ങനെ സ്വന്തം ശരീരത്തെ വേദനിച്ചുകൊണ്ടുള്ള ഒരു ആരാധനയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഒരു ഇബാദത്ത് പഠിപ്പിച്ചോ? കത്തി കൊണ്ട് ശരീരത്തിൽ കുത്തിയിട്ട് ദീന് തെളിയിക്കൽ. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല തെളിയിച്ചോ? ഇന്ന് സ്വന്തം ശരീരത്തെ മുറിവാക്കിയിട്ട്, സ്വന്തം ശരീരത്തിൽ നിന്ന് രക്തം വരുത്തിയിട്ട് ദീന് പ്രകടിപ്പിക്കാൻ ഇസ്ലാമിലെ ഇബാദത്തുകൾക്കൊരു സംസ്കാരമുണ്ട്. നിസ്കാരം കണ്ട്, നമസ്കാരത്തിന്റെ രൂപം കണ്ട് ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബാക്കളുണ്ട്. ഈ ഇബാദത്തിനൊരു സംസ്കാരമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചരിത്രത്തെ വസ്തുനിഷ്ഠമായി നമ്മൾ പഠിച്ചു പോകണം. ഇന്ന് പലപ്പോഴും യഥാർത്ഥ ചരിത്രം ജനങ്ങൾക്കറിയില്ല. മറിച്ച് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചു വിടും. ആ കഥകളാണ് നമ്മൾ ഇങ്ങനെ കേട്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ ഹിന്ദ്, എന്താ മുസ്ലിമീങ്ങളുടെ വിശ്വാസം? ഹംസ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോ കരള് പിടിച്ചെടുത്തു, ആ കരള് കടിച്ചു തുപ്പി, എന്നിട്ട് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനോടുള്ള ദേഷ്യം പ്രകടിപ്പിച്ചു. മിമ്പറുകളിൽ നിന്ന് മിമ്പറുകളിലേക്ക് കൈമാറുന്നു, പ്രഭാഷകന്മാർ പ്രസംഗങ്ങളിലൂടെ കൈമാറുന്നു. ഇതാരുണ്ടാക്കി? എന്തിനുണ്ടാക്കി? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് പലപ്പോഴും ചരിത്രത്തിൽ വസ്തുതകളല്ലാത്ത കാര്യങ്ങളാണ്, സ്വഹാബാക്കളെ കുറിച്ച് തെറ്റായ ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന അത്തരം കഥകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഗൗരവത്തിൽ അറിയുകയും യഥാർത്ഥ ചരിത്രം പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി.